ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡബിൾ ഇൻ്റഗ്രൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് കൺവേർട്ടിംഗ് ഡബിൾ ഇൻ്റഗ്രൽസ് ഫ്രം റെക്റ്റാങ്കുലർ ടു പോളാർ കോർഡിനേറ്റ്സ് എന്നുള്ളതാണ്. കൺവേർട്ടിംഗ് from rectangular to polar. അപ്പം ഈ റെക്റ്റാങ്കുലർ പോളാർ എന്നൊക്കെ പറയുന്നത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 2Dയിലാണെങ്കിൽ റെക്റ്റാങ്കുലർ എന്ന് വെച്ചാൽ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. എന്നിട്ട് ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഈ പോയിന്റിന് കോർഡിനേറ്റ്സ് എക്സ് വൈ എന്നുള്ള രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവും. അത് എക്സ് കോർഡിനേറ്റ് കിട്ടുന്നത് ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിൻ്റെ എക്സ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ്റെ ഡിസ്റ്റൻസ്. ഇവിടുന്ന് ദിസ് ഡിസ്റ്റൻസ് ഈസ് ദ എക്സ് ആൻഡ് ഇങ്ങോട്ടുള്ള ഹൈറ്റാണ് നമ്മൾ വൈ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് യൂഷ്വൽ notation of coordinate system, that is Cartesian coordinate system or rectangular coordinate system എന്ന് പറയും. Similarly, there is another coordinate system. You may already familiar. Complex analysis ഒക്കെ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവിടെയും എക്സ് ആക്സിസ് വൈ ആക്സിസ് വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. പക്ഷേ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് വൈ ഉപയോഗിച്ചിട്ടല്ല, പകരം ആർ കോമ തീറ്റ എന്നുള്ള ഉപയോഗിച്ചിട്ടാണ്. ആർ കോമ തീറ്റ എന്താണ്? ഈ ആറിൻ്റെയും തീറ്റയുടെയും പ്രത്യേകത. ആർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ഏത് പോയിൻ്റാണോ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു റേ വരച്ചു കഴിഞ്ഞാൽ, ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഒരു റേ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് അതാണ് ആർ. ഓക്കെ. Now there is theta. Theta is the angle from positive x-axis to this ray. That is theta. ഈ വാല്യൂ ആണ് തീറ്റ ആയിട്ട് വരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ പോളാറിലൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സും വൈയും നമുക്കറിയും എന്നുണ്ടെങ്കിൽ ആർ ഈക്വൽ ടു √(x² + y² ആണ് വരിക. അതുപോലെ തീറ്റ ഈക്വൽ ടു എന്താ വരിക? യു മേ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ് വൺ, tan inverse of y/x. ഓക്കെ. ഇങ്ങനെയാണ് എക്സ് വൈ നമുക്കറിയുമെന്നുണ്ടെങ്കിൽ ആർ ആൻഡ് തീറ്റ, ഒരു പോയിന്റിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിന് പോളാറിലുള്ള കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദീസ് ഫോർമുലാസ്. സിമിലർലി തിരിച്ച് ആർ ആൻഡ് തീറ്റ നമുക്കറിയും എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എക്സ് ആൻഡ് വൈ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എക്സ് ഈക്വൽ ടു, ഇഫ് യു നോ ആർ ആൻഡ് തീറ്റ എന്തായിരുന്നു, യു മേ റിമെമ്പർ ദിസ് വൺ, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അങ്ങനെയെങ്കിൽ വൈ എന്തായിരിക്കും? വൈ ഈക്വൽ ടു r sin theta. Using these formulas we can convert from polar coordinate system to Cartesian coordinate system. For example, ഇപ്പോൾ Cartesian coordinate systemത്തിൽ suppose you have xy equal to 1 1 എന്നുള്ള പോയിൻ്റാണ് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്താണ് വരിക? ആർ ഈക്വൽ ടു എന്ത് വരും? ആർ ഈക്വൽ ടു √(x² + y² = അതുപോലെ തീറ്റ എന്ത് വരും? tan inverse of y/x = tan inverse 1. tan എപ്പോഴാണ് 1 വരിക? π/4. സോ കറസ്പോണ്ടിങ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആർ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? √2, π/4 എന്ന് കിട്ടും. ഇതുപോലെ തിരിച്ചും നമുക്ക് ചെയ്യാം. വി ഹാവ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്.
കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കോർഡിനേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ x = r cos θ, y = r sin θ വെച്ചിട്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സോ ദർ ഈസ് എ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഈസ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പലപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും ദാൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുക. നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രേഷൻ ആണല്ലോ. ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വി ആർ ഇൻ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ f(x, y) ഓവർ എ റീജിയൻ. ഒരു റീജിയൻ R ഉണ്ടാവും, f(x, y) ഉണ്ട്, R ഉണ്ട്. എന്നിട്ട് വി ആർ ഇവാലുവേറ്റിംഗ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് f(x, y) ഓവർ ദ റീജിയൻ R. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റീജിയൻ റെക്റ്റാങ്കുലർ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാം, അതല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചും ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ എക്സിൻ്റെ ലിമിറ്റ് എന്താണ്, വൈയുടെ ലിമിറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് റീജിയനെ ഡിസ്ക്രൈബ് ചെയ്യാം. അതല്ലെങ്കിൽ തീറ്റയുടെ ലിമിറ്റ്സ് എന്താണ്, ആറിൻ്റെ ലിമിറ്റ്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് ഇൻ ടേംസ് ഓഫ് തീറ്റ ആൻഡ് ആറും സെയിം റീജിയനെ തന്നെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഇഫ് ദ റീജിയൻ ഈസ് സർക്കിൾ ഓർ പോർഷൻ ഓഫ് സർക്കിൾ, സർക്കുലർ പോർഷനൊക്കെ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ, നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളുണ്ട്, സർക്കിൾ വിത്ത് റേഡിയസ് ഒരു 3. ഈ 3 റേഡിയസ് ആയിട്ടുള്ള സർക്കിളിന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അതിൻ്റെ ഇക്വേഷൻ x² + y² = 9 എന്താണ്. എന്നാൽ പോളാറിലേക്ക് വരുമ്പോൾ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഇവിടെ x² + y² എന്ന് വെച്ചാൽ √(x² + y² ആണ് നമുക്ക് 6 ആയിട്ട് വരുന്നത്. അപ്പോൾ r² = 9, അതല്ലെങ്കിൽ r = 3 എന്നുള്ള രീതിയിലാണ് പോളാറിൽ ഇതേ സർക്കിളിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പം പോളാറിൽ സർക്കിളിനെ നമുക്ക് കാർട്ടീഷ്യനിലുള്ള ഇക്വേഷൻ്റെ പോലെ പോളാറിലും നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇനി സപ്പോസ് വി വാണ്ട് ടു ഇൻറ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ ഓവർ ദ റീജിയൻ ദിസ് വൺ. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഈ റീജിയനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിൽ നമ്മൾ കാർട്ടീഷ്യനിൽ ചെയ്തിരുന്നെങ്കിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എക്സ് വേരി ചെയ്യുന്നത് 0 to 3 ആണ്. സോ എക്സ് 0 to 3 എടുക്കും, y 0 to ഈ ഒരു ഫംഗ്ഷനാണ്, അതായത് y = 0 to √, ഇത് x² + y² = 9 അല്ലേ. അപ്പോൾ മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത് √9 - x². ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് കാർട്ടീഷ്യനിൽ. എന്നാൽ പോളാറിൽ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ R എന്ന് പറയുന്ന റേഡിയസ്, R എന്ന് വെച്ചാൽ റേ ഫ്രം ഒറിജിനിൽ നിന്ന് r = 3 വരെയാണ് R വേരി ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് r ആൻഡ് തീറ്റ നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ r വേരീസ് ഫ്രം 0 to 3. എന്നാൽ തീറ്റ എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? തീറ്റ വേരീസ് ഫ്രം ആംഗിൾ എക്സ് ആക്സിസ് മുതലുള്ള ആംഗിൾ മാക്സിമം എത്ര വരും? π/2 ഡിഗ്രി വരെ. അപ്പോൾ അത് പുറകിലായിട്ട് എഴുതും 0 to π/2. ഈ രീതിയിലും നമുക്ക് സെയിം റീജിയനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ പോളാർ കോർഡിനേറ്റ്സിലുള്ള ലിമിറ്റ്സ് എടുക്കാം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലും ലിമിറ്റ് എടുക്കാം. പോളാർ കോർഡിനേറ്റ്സിൽ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നോക്കിയാൽ അറിയാം, ലിമിറ്റ്സ് എല്ലാം കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്. അതുകൊണ്ട് സർക്കിളിൻ്റെ പോർഷൻസോ ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് പോളാർ ലിമിറ്റ്സ്. അപ്പോൾ നമുക്ക് ഒരു ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓവർ എ റീജിയൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു സർക്കിളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീജിയൻസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ കാർട്ടീഷ്യനിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം പോളാറിലേക്ക് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മറ്റൊരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സർക്കിൾ ദിസ് ഈസ് ഓഫ് റേഡിയസ് 4. ഇതിൽ ഐ വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് ഓവർ ദിസ് അപ്പർ പോർഷൻ ഓഫ് ദിസ് സർക്കിൾ. അപ്പോൾ പോളാറിൽ നമ്മൾ ലിമിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോളാറിലെ ലിമിറ്റ് എന്തായിരിക്കും വരിക? തീറ്റയുടെ ലിമിറ്റ്. ആദ്യം ഞാൻ സാധാരണ തീറ്റയുടെ ലിമിറ്റാണ് ഔട്ടറിൽ എഴുതാറുള്ളത്. അതുകൊണ്ട് എപ്പോഴും തീറ്റയുടെ ലിമിറ്റ്
ഇവിടെ എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസ് മുതൽ എവിടം വരെ വരാം, നെഗറ്റീവ് എക്സ് ആക്സിസ് വരെ. അതായത് തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു എത്രയാണ്, പൈ വരെ. എന്നിട്ട് ആർ എന്നുള്ള റേഡിയസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്, റേഡിയസ് വേരീസ് ഫ്രം 0 മുതൽ 4 വരെ. ആർ വേരീസ് ഫ്രം 0 ടു 4 എന്നായിരിക്കും ഇങ്ങനെയുള്ളൊരു റീജിയൻ ആണെങ്കിൽ വരിക. ഇനി റീജിയൻ ഇതല്ല, പകരം ഫുൾ സർക്കിളാണെന്ന് വിചാരിച്ചു. ഫുൾ സർക്കിളാണ്, ഫുൾ സർക്കിളായിട്ടാണ് നമ്മുടെ റീജിയൻ വരുന്നതെങ്കിൽ അപ്പോൾ ലിമിറ്റ് എന്താ വരിക, അങ്ങനെയെങ്കിൽ ലിമിറ്റ് വരിക ഇൻ്റഗ്രൽ ആംഗിൾ 0 ടു പൈ അല്ല 0 ടു 2π വരും. അതായത് ഫുൾ സർക്കിൾ വരുന്ന സമയത്ത് 0 ടു 2π ഒരു ഫുൾ റൊട്ടേഷൻ വരും. ആൻഡ് തീറ്റ 0 ടു 2π, റേഡിയസ് സെയിം 0 ടു 4 തന്നെ. ഇതുപോലെ ഓരോ സർക്കുലർ റീജിയൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് വരും. സപ്പോസ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, ഇവിടെ മറ്റൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ഓഫ് റേഡിയസ് 5 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. എന്നിട്ട് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീജിയൻ ഇൻ ബിറ്റ്വീൻ ദീസ് ടു. ഈ രണ്ട് റീജിയൻ്റെയും ഇടയിലുള്ള റീജിയനാണ്, ഈ രണ്ട് സർക്കിളിൻ്റെയും ഇടയിലുള്ള റീജിയനാണ് നമ്മുടെ റീജിയൻ ആറായിട്ട് വരുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു റീജിയൻ്റെ പുറത്താണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ലിമിറ്റായിട്ട് എങ്ങനെ കൊടുക്കുക, ഓക്കെ, ഇവിടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ടായിരുന്നു, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഓവർ ദിസ് റീജിയൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് ആംഗിൾ ഫുൾ റൊട്ടേഷനിൽ നമുക്ക് ഇവിടെ മുകളിലുള്ള പോർഷൻ മാത്രമോ അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള പോർഷൻ മാത്രം അല്ലാത്തതുകൊണ്ട് ആംഗിൾ വേരി ചെയ്യുന്നത് 0 ടു 2π തന്നെയാണ്, 0 ടു 2π. എന്നാൽ ആറ് വേരി ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, ആറ് എന്ന് പറയുന്നത് 0 മുതൽ വേരി ചെയ്യേണ്ട. ആറ് വേരി ചെയ്യുന്നത് നമുക്ക് r ഈക്വൽ ടു 4 ടു r ഈക്വൽ ടു 5 വേരി ചെയ്താൽ മതി. 4 ടു 5 എന്നുള്ള രീതിയിലാണ് ലിമിറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് സർക്കിളോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ പോർഷൻസോ വരുന്ന സമയത്ത് നമുക്ക് റീജിയൻസിൻ്റെ ലിമിറ്റ് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രലിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇഫ് യു ആർ ഗിവൺ വിത്ത് ആൻ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഡബിൾ റീജിയൻ മാറ്റമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ലിമിറ്റ്സ് എന്തിലായിരിക്കും, പോളാർ കോർഡിനേറ്റ്സ്, പോളാർ ലിമിറ്റ്സിൽ എഴുതും. എന്നിട്ട് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിന് പകരം എക്സിന് പകരം എന്ത് കൊടുക്കും, എക്സിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എന്തായിരുന്നു, ആർ കോസ് തീറ്റ കോമ ആർ സൈൻ തീറ്റ എന്ന് എഴുതും. അതായത് എഫ് ഓഫ് എക്സ് വൈയെ മാറ്റണം. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് മാറ്റിയിട്ട് എക്സ് ഉള്ളിടത്തെല്ലാം ആർ കോസ് തീറ്റ കൊടുക്കണം, വൈ ഉള്ളിടത്തെല്ലാം ആർ സൈൻ തീറ്റ കൊടുക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണുന്നുണ്ടെങ്കിൽ ആർ കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ, അതായത് ആർ സ്ക്വയർ വരും. ഓക്കെ, ഇൻറ്റു ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇൻറ്റു ഡി എ എന്നങ്ങ് എഴുതിയാൽ മതിയാവില്ല. ഇൻറ്റു ഒരു ജാക്കോബിയൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഒരു ആർ എക്സ്ട്രാ കൊടുക്കണം. ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതിയിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെയാണ് സർക്കിളോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ പോർഷൻസോ ആയിട്ടുള്ള റീജിയൻസ് വരുന്ന സമയത്ത് നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ളത് എങ്ങോട്ട് മാറ്റും, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഇൻ പോളാർ ലിമിറ്റ്സ്, എക്സിനും വൈക്കും പകരം എന്ത് കൊടുക്കുക, ആർ കോസ് തീറ്റയും ആർ സൈൻ തീറ്റയും കൊടുക്കുക, എക്സ്ട്രാ ഒരു ആറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡി ആർ ഡി തീറ്റ. ഇത് പിന്നീട് നമ്മൾ സാധാരണ എക്സിലും വൈയിലും ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെ ആറിലും തീറ്റയിലും ആക്കിയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഒരു ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ,
എല്ലാവരും നോട്ട് എഴുതണം. ഇത് ജസ്റ്റ് കേട്ടാൽ മതിയാവില്ല, നോട്ട് എഴുതണം. ഓക്കെ. ഇവാലുവേറ്റ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എ, where R is the region enclosed by the circle x square plus y square equal to 1. Okay. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മളെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം റീജിയൺ ആറാണ്. ആർ ഈസ് എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ. ആർ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ അകത്തുള്ള റീജിയനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പോളാർ യൂസ് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് സർക്കിളോ സർക്കിളിൻ്റെ പോർഷൻസോ ഒക്കെ വരുന്ന സമയത്താണ്. സർക്കിൾ ആയതുകൊണ്ട് വി ക്യാൻ കൺവേർട്ട് ടു പോളാർ. ഓക്കെ. ഇവിടെ ചിലപ്പം ക്വസ്റ്റ്യനിൽ അഡീഷണലായിട്ട് ഇവാലുവേറ്റ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എ വെയർ ആർ ഇസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ സർക്കിൾ യൂസിങ് പോളാർ എന്നും കൂടെ ചിലപ്പം തരും. അതല്ലെങ്കിലും നമുക്ക് പോളാർ യൂസ് ചെയ്യാം. പോളാർ എന്ന് പ്രത്യേകം തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കുലർ റീജിയൻ ആയതുകൊണ്ട് പോളാർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആ റീജിയൻ റഫായിട്ട് വരയ്ക്കണം. അത് കാർട്ടീഷ്യനിലാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം അത് തന്നെയാണല്ലോ. തന്നിട്ടുള്ള റീജിയൻ ഏതാണോ അതൊന്ന് റഫായിട്ട് വരയ്ക്കുക. ഇവിടെ തന്നിട്ടുള്ള റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളാണ്. ഒരു സർക്കിൾ റഫായിട്ട് വരയ്ക്കുക. ആ സർക്കിൾ ഓഫ് റേഡിയസ് 1 ആണ്. അതൊന്ന് റഫായിട്ട് വരയ്ക്കുക. ആ റീജിയൻ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ. സോ ദിസ് ഫുൾ സർക്കിളിൻ്റെ അകത്തുള്ള ഫുൾ റീജിയൻ വരുന്നുണ്ട്. എന്നിട്ട് ഐഡൻറ്റിഫൈ ദ ലിമിറ്റ്സ്. പോളാറിൽ അതിൻ്റെ ലിമിറ്റ്സ് എന്താ വരിക? അപ്പോൾ ഫുൾ സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് തീറ്റ വേരീസ് ഫ്രം 0 to 2π. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π വരും. ആർ എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? നമ്മൾ മുമ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ ആർ വേരീസ് ഫ്രം 0 to 1. ആർ വേരീസ് ഫ്രം 0 to 1. ഇതാണ് പോളാറിൽ ഈ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ്സ് വരും. ഇനി നമുക്ക് പോളാറിലേക്ക് ഈ ഇൻറ്റഗ്രൽ കൺവേർട്ട് ചെയ്യണം. ദിസ് ഇൻറ്റഗ്രൽ വിൽ ബിക്കം ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എന്നുള്ളത് മാറ്റിയിട്ട് ഇൻറ്റഗ്രൽ 0 to 2π ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എഫ് ഓഫ് ആർ തീറ്റ എന്തായിട്ട് മാറും? അത് എഫ് ഓഫ് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ദിസ് വിൽ ബിക്കം ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരിക ആർ സ്ക്വയർ ആണ്. അപ്പം ഇ റേസ് ടു മൈനസ് ഓഫ് ആർ സ്ക്വയർ എന്ന് വരും. ഇ റേസ് ടു മൈനസ് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു പിന്നീട് ഞാൻ പറഞ്ഞു ഒരു എക്സ്ട്രാ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ ജാക്കോബിയൻ എന്നാണ് വിളിക്കുന്നത്. ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ എന്ന് ചെയ്യാം. ഓക്കെ. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് നമ്മൾ സാധാരണ എക്സ് വൈയിലൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പോളാറിലുള്ളതും ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണിത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാലോ. ആദ്യം ആർ എന്നുള്ള വേരിയബിളിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ആർ എന്നുള്ള വേരിയബിൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇൻറ്റഗ്രൽ 0 to 2π സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. അതായത് പുട്ട് യു ഈക്വൽ ടു ആർ സ്ക്വയർ. സോ ഡി യു ഈക്വൽ ടു 2r dr എന്ന് വരും. സോ ആർ ഡി ആറിന് പകരം എന്ത് കൊടുക്കാം? ഡി യു ബൈ 2 ഈക്വൽ ടു ആർ ഡി ആർ കൊടുക്കാം. ഓക്കെ. സോ ലിമിറ്റ്സ് 0 to 1 എന്നുള്ളത് എന്തായിട്ട് മാറും? യു ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ആർ ഈക്വൽ ടു 0 ആകുമ്പോൾ യു ഈക്വൽ ടു 0 ആവും. ആർ ഈക്വൽ ടു 1 വരുമ്പോൾ യു ഈക്വൽ ടു ആർ സ്ക്വയർ ഈസ് ഓൾസോ 1. ഇൻറ്റഗ്രൽ 0 to 1 ഇ റേസ് ടു മൈനസ് യു
du/2 d theta എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു e raised to minus uൻ്റെ ഇൻ്റഗ്രൽ 1/2 നമുക്ക് പുറത്തെടുക്കാം. e raised to minus uൻ്റെ ഇൻ്റഗ്രൽ e raised to minus u by -1 ഇൻ്റഗ്രൽ 0 to 2π പുറത്തുണ്ട്. ഓക്കെ, ലിമിറ്റ് 0 to 1 d theta. Okay, this is equal to 1/2 into e raised to u equal to 1 കൊടുക്കുന്ന സമയത്ത് e raised to -1 by -1 മൈനസ് 0 കൊടുക്കുന്ന സമയത്ത് e raised to 0 by -1 d theta, integral 0 to 2π d theta, which is equal to 1/2 into 1 minus e into 2π എന്ന്, which is equal to 1 minus e times π എന്ന ആൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് എഴുതിയെടുക്കണം കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. നോട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, using polar coordinates evaluate double integral over r 1/1 plus x square plus y square dA, where r is the sector, r is the sector in first quadrant bounded by y equal to 0, y equal to x and x square plus y square equal to 9. Okay, so evaluation, we want to evaluate this double integral over that region which is a sector. സെക്ടർ ഉദ്ദേശിച്ചത് നമ്മൾ സർക്കിളിൻ്റെ ഒരു പോർഷൻ x square plus y square equal to 9 എന്നുള്ളൊരു സർക്കിളുണ്ട്. അതിൽ x square ഇവിടെ 9ലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. x equal to y എന്നുള്ള ലൈനുണ്ട്. x equal to y എന്നുള്ള ലൈനുണ്ട്. ദെൻ y equal to 0 means x axis. y equal to 0 means x axis. ഇതിൻ്റെ ഇടയിലായിട്ടുള്ള റീജിയനാണ് നമ്മുടെ റീജിയൻ വരുന്നത്. ഓക്കെ, ഈ റീജിയനായിട്ട് വരുന്നത്. ദിസ് ഇസ് x axis, ദിസ് ഇസ് y axis. ഇനി ഓവർ ദിസ് റീജിയൻ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും. ഈ റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ്സ് എന്താ വരിക? r എവിടെ നിന്ന് എങ്ങോട്ടാണ് വരിക? r ഇവിടെ റേഡിയസ് 9 ആണ്. റേഡിയസ് 9 ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് 3 ആണല്ലേ, സോറി 9 അല്ല, റേഡിയസ് 3 ആണ്. x square plus y square equal to 9 means radius is 3. So r varies from 0 to 3. തീറ്റ എവിടെ നിന്ന് എങ്ങോട്ട് വേരി ചെയ്യും? ഈ ലൈൻ എന്ന് പറയുന്നത് x equal to y എന്നുള്ള ലൈനാണ്. x equal to y ആണെങ്കിൽ കറസ്പോണ്ടിങ് തീറ്റ എന്താ വരിക? 45 ഡിഗ്രി ആംഗിൾ അല്ലേ വരിക? 45 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 5/4. അതല്ലെങ്കിൽ നമ്മൾ x ഈക്വൽ ടു y വരുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് എന്താ വരിക? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വരും, വിച്ച് ഈസ് ഓൾസോ 5/4. ആ രീതിയിൽ മനസ്സിലാക്കാം. ഇഫ് x ഈക്വൽ ടു y, തീറ്റ ഈക്വൽ ടു 5/4 എന്ന് കിട്ടും. അതല്ലെങ്കിൽ x ഈക്വൽ ടു y ഈസ് ദ ലൈൻ ഹാവിങ് സ്ലോപ്പ് ഓർ ആംഗിൾ 45 ഡിഗ്രി, കറസ്പോണ്ടിങ് തീറ്റ വിൽ ബി 5/4. രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. എനിവേ
π/4 വരെയാണ് വേരി ചെയ്യുന്നത്. ഇവിടുന്ന് എക്സ് ആക്സിസ് മുതൽ എക്സ് ഈക്വൽ ടു വൈ വരെ ആയതുകൊണ്ട് എക്സ് ആക്സിസ് കറസ്പോണ്ട്സ് ടു തീറ്റ ഈക്വൽ ടു 0 ടു π/4 വരും. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർ വേരീസ് ഫ്രം 0 to 3, തീറ്റ വേരീസ് ഫ്രം 0 to π/4 എന്നാണ് ലിമിറ്റ് വരിക. അതുപോലെ ഫംഗ്ഷൻ 1/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് എന്തായിട്ട് മാറും? 1/1 പ്ലസ് ആർ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എന്ത് എഴുതാം? ആർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ 1/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to π/4. ആദ്യം നമ്മൾ എഴുതുന്നത് തീറ്റയുടെ ലിമിറ്റാണ്. ദെൻ 0 to 3 1/1 പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു ഒരു എക്സ്ട്രാ ആർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം. 0 to π/4 u ഈക്വൽ ടു 1 വേണമെന്നില്ല, 1 പ്ലസ് ആർ സ്ക്വയർ കൊടുക്കാം. ഡി യു ഈക്വൽ ടു 2r dr, ഓർ ആർ ഡി ആറിന് പകരം എന്ത് വരും? du/2 വരും. സോ 1/u du/2 ഡി തീറ്റ എന്ന് വരും. 1/uവിൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക? ഇൻറ്റഗ്രൽ ഓഫ് 1/u ലോഗ് വരും അല്ലേ? ലോഗ് യു വേർ ലിമിറ്റ് 1/2 പുറത്തെടുക്കാം. ലോഗ് യു എന്ന് വെച്ചാൽ ലോഗ് ഓഫ് 1 പ്ലസ് ആർ സ്ക്വയർ. ആറിലുള്ള ലിമിറ്റ് നമ്മൾ മാറ്റാതെ അതേ ലിമിറ്റ് തന്നെ കൊടുക്കാം. ആറിന് 0 to 3 ഡി തീറ്റ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇസ് ഔട്ട്സൈഡ്, 0 to π/4 ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ലിമിറ്റ് ഫോർ ആർ ഈക്വൽ ടു 3 കൊടുക്കുന്ന സമയത്ത് ലോഗ് 10 മൈനസ് ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ് ഡി തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് 10 ഇൻറ്റു തീറ്റയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻറ്റിന് തീറ്റയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് വരും. ലിമിറ്റ് π/4 കൊടുക്കുമ്പോൾ π/4 മൈനസ് 0 ജസ്റ്റ് π/4 വരും, വിച്ച് ഈസ് ലോഗ് പൈ ഇൻറ്റു ലോഗ് 10/8 എന്ന ആൻസർ. ഓക്കെ, so this is how we'll evaluate double integral by converting into polar coordinates. Okay, നോട്ട് ചെയ്യണം, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം വരുന്നത് ഒരു ക്വസ്റ്റ്യനോട് എഴുതാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ iterated integral by converting to polar coordinates. Evaluate the iterated integral 0 to 2 integral 0 to square root of 4 minus x square plus y square dy dx by converting to polar coordinates. സോ ഐറ്ററേറ്റഡ് ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനല്ല ചോദിക്കുന്നത്. ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റിൽ ക്വസ്റ്റ്യൻ ഈസ് ടു
evaluate after converting into polar coordinates. സോ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആദ്യം തന്നിട്ടുള്ള ലിമിറ്റ്സ് ഉപയോഗിച്ചിട്ട് റീജിയൻ ഡ്രോ ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള ലിമിറ്റ്സ് ഏതൊക്കെയാണ്? എക്സിൻ്റെ ലിമിറ്റാണ് ഏറ്റവും ഔട്ട് സൈഡിൽ തന്നിട്ടുള്ളത് അല്ലേ? എക്സിൻ്റെ ലിമിറ്റ് 0 to 2, വൈയുടെ ലിമിറ്റ്സ് 0 to √4 - x². അപ്പം ഈ ഒരു റീജിയൻ ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള ലിമിറ്റുകൾ ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് ഡ്രോ ചെയ്യുക. x = 0 ഡ്രോ ചെയ്യണം. x = 0 എന്ന് വെച്ചാൽ y ആക്സിസ്, x ആക്സിസ് ഉണ്ട്, y ആക്സിസ് ഉണ്ട്. x = 0 ഡ്രോ ചെയ്തു. ഇതുപോലെ വേറെ ഒന്ന് ഡ്രോ ചെയ്യേണ്ടത് എന്താണ്? x = 2 ഡ്രോ ചെയ്തു. മറ്റൊന്ന് y = 0. y = 0 ഈസ് x ആക്സിസ്. ഇനി വേണ്ടത് y = √4 - x². y = √4 - x² ഇംപ്ലൈസ് y² എന്ത് വരും? 4 - x², ഓർ x² + y² = 4. അതിൻ്റെ അപ്പർ പോർഷനാണെന്ത്? y = √4 - x². അപ്പോൾ x² + y² = 4 എന്ന് വെച്ചാൽ റേഡിയസ് 2 ആയിട്ടുള്ള ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. അതിൻ്റെ മുകളിലുള്ള ഭാഗം. ഓക്കെ, താഴെ ഭാഗം വേണ്ട, മുകളിലുള്ള ഭാഗം. ഇതിൻ്റെ എല്ലാം ഇടയിൽ വരുന്ന റീജിയൻ. അപ്പം നമുക്ക് ഏതാണ് വരുന്നത്? ദിസ് ഷെയ്ഡഡ് റീജിയനാണ് റിക്വയർഡ് റീജിയനായിട്ട് വരുന്നത്. ഇനി ഈ റീജിയൻ ആദ്യം വരച്ച ശേഷം ഇനി നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ പോളാറിലുള്ള ലിമിറ്റ്സ് എന്താ വരിക? ഇൻ പോളാർ ഇതിൻ്റെ ലിമിറ്റ്സ് r എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യേണ്ടി വരിക? r വേരീസ് ഫ്രം 0 to 2 ആണ്. തീറ്റയോ? തീറ്റ ഇവിടെ നമ്മൾ ഈ ഒരു ആംഗിൾ, ഇത് എക്സ് ആക്സിസ്, ഇതാണ് ഒറിജിനായിട്ട് വരുന്ന പോയിൻ്റ്. ഓക്കെ, ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് y ആക്സിസ് വരെ മതി. അതെത്രയാണ് ആംഗിൾ വരുന്നത്? 0 to π/2. സോ ഐഡൻറ്റിഫൈ ദ ലിമിറ്റ്സ് ഓഫ് തീറ്റ ആൻഡ് r. അത് രണ്ടും ചെയ്യാം. r 0 to 2 ആണ്, തീറ്റ 0 to π/2 ആണ്. എങ്കിൽ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 0 to π/2 ഇൻ്റഗ്രൽ 0 to 2. ഫംഗ്ഷൻ എന്തായിരുന്നു? ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് x² + y² ആണ്. പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വിച്ച് ഈസ് r². x = r cos θ, y = r sin θ. സോ x² + y² is r² into r dr dθ. Okay, so this is 0 to π/2. r³ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. r³ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁴/4 r⁴/4 0 to 2 dθ ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത്2⁴ എന്ന് വെച്ചാൽ 16/4. 16/4 is 8 മൈനസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0 dθ ഈക്വൽ ടു 8 into 1 dθ. 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വരും. തീറ്റ ഫ്രം 0 to π/2 എന്ന് വരും, വിച്ച് ഇസ് 8 into π/2 ഈക്വൽ ടു 4π എന്ന ആൻസർ. ഓക്കെ, സോ ഇവാലുവേഷൻ ഓഫ് ഐട്രേറ്റഡ് ഇൻ്റഗ്രൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള ലിമിറ്റ്സ് ഉപയോഗിച്ചിട്ട് റീജിയൻ വരക്കണം. റീജിയൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഐട്രേറ്റഡ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സിൽ നിന്ന് റീജിയൻ വരയ്ക്കുക. എന്നിട്ട് ആ റീജിയൻ സർക്കുലർ പോർഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പോളാർ ഇൻ്റഗ്രലാക്കി മാറ്റിയിട്ട് വി ക്യാൻ ഇവാലുവേറ്റ്. സോ ദിസ് ഇസ് അനദർ കൈൻഡ് ഓഫ് പ്രോബ്ലം വി ക്യാൻ എക്സ്പെക്ട് ഫോർ ദ എക്സാമിനേഷൻ. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ കാണുന്നുണ്ട്.
ഒരു ക്വസ്റ്റ്യനൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ. Evaluate integral 0 to 1 integral 0 to square root of 1 minus y square root of 1 minus y square cos of x square plus y square dx dy. ഇതും ഇവാലുവേറ്റ് ആഫ്റ്റർ കൺവേർട്ടിങ് ഇൻ ടു പോളാർ കോർഡിനേറ്റ്സ്. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? യു വാണ്ട് ടു ഡ്രോ എ റഫ് ഫിഗർ ഓഫ് ദാറ്റ് റീജിയൻ. റീജിയൻ ഡ്രോ ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ലിമിറ്റ്സ് ഉപയോഗിക്കുക. വൈയുടെ ലിമിറ്റ്സാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. എക്സിൻ്റെ ലിമിറ്റ്സ് 0 ടു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. സോ y ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എങ്ങനെയാണ്? y equal to 0 is x-axis. y equal to 0 എന്നുള്ള ലിമിറ്റ് എഴുതുക. ദെൻ y equal to 1 എന്നുള്ള ലൈനുണ്ട്. x equal to 0 is there. x equal to 0 y ആക്സിസ് ആണ്. പിന്നെ ഉള്ളത് x equal to സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും, വിച്ച് ഈസ് എ പോർഷൻ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അതിൻ്റെ എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള പോർഷനിലുള്ള ഭാഗം. എക്സ് പോസിറ്റീവ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള സെമി സർക്കിൾ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ വരുന്ന ഈ 4 ലിമിറ്റ്സിൻ്റെയും ഇടയിൽ വരുന്ന റീജിയൻ എന്ന് പറയുന്നത് എക്സ് വേരീസ് ഫ്രം വൈ വേരീസ് ഫ്രം 0 to 1, എക്സ് വേരീസ് ഫ്രം 0 to സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന റീജിയൻ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് അല്ലേ. y വേരീസ് ഫ്രം 0 to 1 ആണ്. എക്സ് വേരീസ് ഫ്രം 0 to സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. അങ്ങനെയെങ്കിൽ ലിമിറ്റ് എന്താ വരിക? പോളാറിലുള്ള ലിമിറ്റ് എന്താ വരിക? പോളാറിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പം ആറിനും തീറ്റയിലുമാണ് ലിമിറ്റ് വേണ്ടത്. r വേരീസ് ഫ്രം സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരുന്നു? 1 ആണ്. r വേരീസ് ഫ്രം 0 to 1. തീറ്റ പോസിറ്റീവ് എക്സ് ആക്സിസ് മുതൽ ഇവിടം വരെ. അപ്പോൾ എന്താ വരുന്നത്? തീറ്റ 0 to π/2. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to π/2 ഇൻ്റഗ്രൽ 0 to 1 കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായിട്ട് മാറും? cos of r square into r dr d theta. So integral 0 to π/2 put u equal to r square, substitution കൊടുക്കാം. du equal to 2r dr. ഓക്കെ. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r drന് പകരം എന്ത് വരും? du/2 വരും. സോ 1/2 ഇൻറ്റു cos u du cos u du d theta equal to 1/2 into 0 to π/2. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ വരും. സൈൻ യു എന്ന് വെച്ചാൽ സൈൻ ഓഫ് ആർ സ്ക്വയർ. സൈൻ ആർ സ്ക്വയർ ലിമിറ്റ് 0 to 1. ആറിൻ്റെ ലിമിറ്റ് 0 to 1 ആണ്. ഡി തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു 0 ഇൻ്റഗ്രൽ 0 to π/2 സൈൻ 1 മൈനസ് സൈൻ 0 എന്ന് വരും അല്ലേ. സൈൻ 1 മൈനസ് സൈൻ 0 0 ആണ്. സൈൻ 1 ഡി തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു സൈൻ 1 ഇൻറ്റു π/2 എന്ന് വരും, വിച്ച് ഇസ് π ഇൻറ്റു സൈൻ 1/4. So similarly there are several questions in your textbook exercise ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഐ വിൽ ഗിവ് certain ഹോംവർക്കായിട്ട്
Question number 24, 28, and 33. ഇത് മൂന്നും ഹോംവർക്കായിട്ട് ചെയ്യും കേട്ടോ. ഹോംവർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ തരാം. അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ബേസിസിലായിരിക്കും അറ്റൻഡൻസും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. താങ്ക് യു.